السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه. റമദാൻ മാസം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു. അതിനാൽ നിങ്ങളിൽ ആർ ആ മാസത്തിൽ ഹാജറുണ്ടായോ അവൻ അതിൽ നോമ്പു നോറ്റുകൊള്ളട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. റമദാൻ മാസത്തെ ആത്മീയമായി എങ്ങനെ ധന്യമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറു വഴികാട്ടിയായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. കേവലം ഫിഖ്ഹി നിയമങ്ങൾ പഠിപ്പിക്കുന്നതിലുപരി ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. വിശുദ്ധ ഖുർആനിൽ നിന്നും ആധികാരികമായ ഹദീസുകളിൽ നിന്നും മാത്രമാണ് ഇതിലെ പാഠങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. പണ്ഡിതന്മാർ നേരത്തെ വിശദീകരിച്ച സങ്കീർണമായ ഫിഖ്ഹി മസലകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. റമദാൻ പാപമോചനത്തിൻ്റെ മാസമാണെന്നും ഈ അതിഥിയെ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും മാനസികമായി തയ്യാറെടുക്കണമെന്നും ആമുഖത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നു. നോമ്പുകാർക്കുള്ള 31 പാഠങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. നോമ്പിലും എല്ലാ കാര്യത്തിലും നാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റേണ്ടതുണ്ട്. നോമ്പുകാലത്ത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനകളിൽ കൂടുതൽ മുഴുകുമായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാമൊത്ത് ഖുർആൻ പഠിക്കുന്നതിലും പാഠങ്ങൾ ഓർമ്മിക്കുന്നതിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലും അവിടുന്ന് അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാരനായിരുന്നു. രാത്രികാലങ്ങളിൽ അവിടുന്ന് ദീർഘനേരം നമസ്കാരങ്ങളിലും ദുആ ദിക്റുകളിലും മുഴുകുകയും തൻ്റെ അനുചരന്മാരെ അത്താഴം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്യം നമുക്കിവിടെ ഓർമ്മിക്കാം. അത്താഴം കഴിക്കുന്നത് അവിടുന്ന് മുറ പോലെ പാലിക്കുകയും അത് കഴിയുന്നതും പിന്തിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴവും ഫജ്ർ ബാങ്കും തമ്മിൽ 50 ആയത്തുകൾ ഓതുന്ന ഒരു സമയം മാത്രമാണ് ഉണ്ടായിരുന്നത്. സൂര്യൻ അസ്തമിച്ചാൽ ഉടൻ തന്നെ നോമ്പ് തുറക്കുക, എത്രയും പെട്ടെന്ന് നോമ്പ് തുറക്കുക എന്നുള്ളതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ പെട്ടതാണ്. നോമ്പുകാലത്തും അവിടുന്ന് പ്രബോധനത്തിലും ആരാധനയിലും ഒരുപോലെ
സജീവമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മളാലാവും വിധം പകർത്താൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ പാഠം, നോമ്പിന്റെ ലക്ഷ്യം. ഖുർആനിൽ പറയുന്നു, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ, സത്യവിശ്വാസികളെ, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ്. അപ്പോൾ നോമ്പിന്റെ പരമപ്രധാനമായ ലക്ഷ്യം തഖ്വ കൈവരിക്കലാണ്. അള്ളാഹുവിനെ ഭയപ്പെടാനും ഭക്തിയുള്ളവരാകുവാനുമാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശപ്പും ദാഹവും അനുഭവിക്കുന്നതിലൂടെ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഇത് വിശ്വാസികൾക്കിടയിൽ ഐക്യവും സ്നേഹവും വളർത്തുന്ന ഒരു വിദ്യാലയം പോലെയാണ്. സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള സമഭാവന ഇത് വളർത്തുന്നു. മുൻഗാമികൾ റമദാനെ അത്യധികം സ്നേഹിക്കുകയും അത് വിട്ടുപിരിയുമ്പോൾ സങ്കടപ്പെടുകയും ചെയ്തിരുന്നതായി നമുക്ക് കാണാം. നോമ്പ് അള്ളാഹുവിനും ദാസനും ഇടയിലുള്ള ഒരു രഹസ്യമായ ആരാധനയാണ്. അള്ളാഹു പറയുന്നു, നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ നൽകുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ പാഠം, വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മനുഷ്യർക്ക് നേർവഴിയായും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതിനായും ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. സൂറത്തുൽ ബഖറ 185 ആയത്താണത്. അപ്പോൾ ഖുർആൻ കേവലം ഒരു പാരായണ ഗ്രന്ഥമല്ല, ചിന്തിച്ചു പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. പരലോകത്ത് വെച്ച് ഖുർആൻ വിശ്വാസിക്ക് വേണ്ടി ശുപാർശകനായി വരും. റമദാനിൽ നമ്മൾ ഓരോരുത്തരും ഒരു തവണയെങ്കിലും ഖുർആൻ പൂർണ്ണമായി ഓതിത്തീർക്കാൻ ശ്രമിക്കുക. ആർക്കൊക്കെ ഓതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്, ഓതാൻ അറിയുന്നവർക്ക് ഒരു കൂലി, ബുദ്ധിമുട്ടി തപ്പി ഓതുന്നവർക്ക് 2 കൂലി എന്നാണ്. അപ്പോൾ നമ്മളാൽ ആവും വിധം നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുക. ഖുർആൻ വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുകയും അതിൽ പറയുന്ന നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ സന്ദേശം പൂർണ്ണമാകുന്നത്. നാലാമത്തെ പാഠം, ദൈവസ്മരണ അധികരിപ്പിക്കുക. നോമ്പുകാരൻ്റെ സമയം ദിക്റുകളിലും പ്രാർത്ഥനകളിലും ആയി അധികവും മുഴുകുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, എന്നാൽ നിങ്ങളെ ഞാൻ ഓർക്കും. നോമ്പുകാരൻ എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടും ദുആ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ മന്ത്രങ്ങൾ നോമ്പുകാരൻ്റെ പകലുകളെ ധന്യമാക്കുന്നു.
വിശപ്പിന്റെ കാഠിന്യം മറക്കാൻ അള്ളാഹുവിനെ സ്മരിക്കുന്നത് സഹായിക്കുമെന്ന് നാം ഓർക്കുക. അതുപോലെ തന്നെ തിന്മയിലേക്ക് ചായാതിരിക്കുവാനും നമ്മൾ എല്ലാ സമയവും ദിക്റുകളിൽ ഏർപ്പെടുന്നത് നമ്മെ സഹായിക്കുന്നതായിരിക്കും. നാം അള്ളാഹുവിനെ സ്മരിച്ചാൽ അള്ളാഹു നമ്മെ സ്മരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ച ആയത്ത്. അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നതാണ് വലിയ ഒരു ആരാധന തന്നെയാണ്. ഇനി 5-ാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. റമദാൻ ഉദാരതയുടെ മാസമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് തേടാൻ സാധിക്കും. ഒരു നോമ്പുകാരനെ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ ഒട്ടും തന്നെ കുറയാതെ ആ തുറപ്പിച്ചയാൾക്കും പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഒരു ശീലമാക്കി മാറ്റാം. പിശുക്ക് ഒഴിവാക്കി ദാനധർമ്മങ്ങൾ ചെയ്യാൻ റമദാൻ നമ്മെ പഠിപ്പിക്കുന്നു. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമദാൻ എന്ന് നാം തിരിച്ചറിയണം. നാം ചെയ്യുന്ന ഓരോ നന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം നൽകുന്നവയാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി അവരെ സഹായിക്കാൻ നോമ്പുകാരൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. മുൻഗാമികളുടെ പള്ളികൾ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണങ്ങളാൽ നിറഞ്ഞിരുന്നു എന്നത് നമുക്ക് മാതൃകയാണ്. നാം നൽകുന്ന ദാനം നാളെ പരലോകത്ത് നമുക്ക് വലിയ തുണയായി മാറുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ച മാതൃകയിൽ ഉദാരത പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ നാം പങ്കുചേരുക. സ്വന്തം താൽപ്പര്യങ്ങളെക്കാൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക. അടുത്ത പാഠമായി വരുന്നത്, അതായത് 6-ാമത്തെ പാഠം, രാത്രി നമസ്കാരം എന്നുള്ളതാണ്. ആരെങ്കിലും പ്രതിഫലേച്ഛയോടും വിശ്വാസത്തോടും കൂടി റമദാനിലെ രാത്രി നമസ്കരിച്ചാൽ അവൻ്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റമദാനിൻ്റെ രാത്രികൾ നാം പ്രാർത്ഥനകൾക്കായി മാറ്റിവെക്കേണ്ടതുണ്ട്. അനാവശ്യ കാര്യങ്ങൾക്ക് സമയം ചെലവഴിച്ചുകൊണ്ട് രാത്രികൾ ഹയാത്താക്കുന്നതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ കാണിച്ചു തന്ന അവർ രാത്രികളിൽ സന്യാസികളെപ്പോലെ ആരാധനകളിൽ മുഴുകിയവരായിരുന്നു. വിശ്വാസതയോടും ആത്മാർത്ഥതയോടും കൂടി രാത്രി നമസ്കരിക്കുന്നവൻ്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് നാം ഇപ്പോൾ കേട്ടത്. നമ്മുടെ വീടുകളിൽ ഖുർആൻ പഠനത്തിൻ്റെയും ആരാധനകളുടെയും കേന്ദ്രങ്ങളാക്കി മാറ്റണം. പരലോകത്തെ വിചാരണയെക്കുറിച്ചുള്ള ഓർമ്മ രാത്രിയിൽ കൂടുതൽ നമസ്കരിക്കാനും ദുആ ദിക്റുകളിൽ പ്രവേശിക്കുവാനും നമുക്ക് കരുത്തു നൽകും. ദീർഘമായ സുജൂദുകളിലും പ്രാർത്ഥനകളിലും വിശ്വാസത്തിൻ്റെ മാധുര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. 7-ാമത്തെ പാഠമായി നമുക്ക് കാണാനുള്ളത് റമദാനിലെ ഒരു ഇസ്ലാമിക ഭവനം. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് നമ്മോട് സ്വർഗത്തിലേക്ക് പോകാനല്ല. യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വ അഹ്ലീകും നാറ എന്നാണ്. സൂറത്തു തഹ്രീം 6-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുക എന്നാണ്. അപ്പോൾ നാം മാത്രം റമദാനിൽ മുന്നോട്ടു പോകുന്നതിൽ നിന്നും
റമദാനിൽ നമ്മുടെ വീടുകൾ സമാധാനത്തിൻ്റെയും ആരാധനയുടെയും ഇടങ്ങളായി മാറണം. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി ഖുർആൻ വായിക്കുകയും പരസ്പരം നന്മ ഉപദേശിക്കുകയും വേണം. സംഗീതത്തിനും അനാവശ്യ വിനോദങ്ങൾക്കും നമ്മുടെ വീടുകളിൽ സ്ഥാനമുണ്ടാകരുത്. കുട്ടികളെ ചെറുപ്പം മുതലേ നോമ്പിൻ്റെയും നമസ്കാരത്തിൻ്റെയും ദുആ ദിക്റുകളുടെയും മഹത്വം പഠിപ്പിക്കണം. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹം പങ്കുവെക്കാനും ഈ മാസം വിനിയോഗിക്കണം. കുടുംബാംഗങ്ങൾക്കിടയിൽ കാരുണ്യവും സ്നേഹവും ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുക. മാതാപിതാക്കൾ സൽസ്വഭാവത്തിലൂടെ മക്കൾക്ക് മാതൃകയാകേണ്ടതുണ്ട്. 8ാമത്തെ പാഠം ഹൃദയത്തിൻ്റെ നോമ്പ്. അഹങ്കാരം, അസൂയ, വിദ്വേഷം എന്നിവയിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ് യഥാർത്ഥ നോമ്പ്. അല്ലാഹു പറയുന്നു, പരലോകത്ത് ശുദ്ധമായ ഹൃദയവുമായി കൽബുൻ സലീം, അല്ലാഹുവിങ്കൽ ചെന്നവർക്കല്ലാതെ ഒന്നിനും ഉപകാരമുണ്ടാവുകയില്ല. ആ തരത്തിൽ കൽബുൻ സലീമുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ശരീരം പോലെ തന്നെ ഹൃദയവും നോമ്പ് നോൽക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അസൂയ, വിദ്വേഷം, വഞ്ചന എന്നിവയിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ് ഹൃദയത്തിൻ്റെ നോമ്പ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് ഹൃദയത്തെ എപ്പോഴും സജീവമാക്കി നിർത്തണം. തെറ്റായ ചിന്തകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും ഹൃദയത്തെ പിന്തിരിപ്പിക്കുക എന്നത് പ്രധാനമാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ഹൃദയം നാം വളർത്തിയെടുക്കണം. അതിന് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങിക്കൊണ്ട് നമ്മുടെ തഖ്വ നേടുവാനുള്ള ആ ഒരു ഫോക്കസ്, ഏകാഗ്രത, അല്ലാഹു അല്ലാത്ത എല്ലാ ചിന്തകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ നമുക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. 9ാമത്തെ പാഠം നാവിൻ്റെ നോമ്പ്. നാവ് എങ്ങനെ നോമ്പ് നോക്കുന്നു എന്ന് നമുക്ക് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആരെങ്കിലും കളവ് പറയുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണപാനീയം ഉപേക്ഷിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല. നാവിനെ നിയന്ത്രിക്കുക എന്നത് നോമ്പിൻ്റെ അവിഭാജ്യ ഘടകമാണ്. കളവ് പറയുന്നതും പരദൂഷണം പറയുന്നതും നോമ്പിൻ്റെ ഫലം ഇല്ലാതാക്കും. നന്മ മാത്രം സംസാരിക്കാനും അല്ലാത്തപ്പോൾ മൗനം പാലിക്കാനും നാം ശീലിക്കണം. ഒരു വാക്കുപോലും അല്ലാഹു അറിയാതെ നാം ഉച്ചരിക്കുന്നില്ല എന്ന ബോധം നമുക്കുണ്ടാകണം. നാവിൻ്റെ പിഴകൾ കാരണം നരകത്തിൽ വീഴുന്നവരെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അങ്ങനെയൊരു മറുപടി പറയാൻ നമുക്ക് ശീലിക്കേണ്ടതുണ്ട്. സൂറത്തുൽ അറാഫ് 31ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അമിതമാകരുത്. സൂറത്തുൽ മുഅ്മിനൂൻ 51ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നല്ലതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ളവനാണ്. ഹലാലായ ആഹാരം കൊണ്ട് മാത്രം നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കുക.
അമിതമായ ആഹാരം നോമ്പിന്റെ ആത്മീയ ചൈതന്യത്തെ തന്നെ ഇല്ലാതാക്കി കളയും. വിശപ്പിന്റെ കാഠിന്യം അനുഭവിക്കുന്നതിലൂടെ പാവപ്പെട്ടവരോട് അനുകമ്പ വളർത്തുക. വയറ് നിറയെ കഴിക്കുന്നത് ആരാധനകളിൽ മടി വരുത്തുന്നെന്ന് തിരിച്ചറിയുക. ആഡംബരപൂർണമായ നോമ്പ് തുറകളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മിതത്വം പാലിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് പകലുടനീളം ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മുടെ വയറ് നോമ്പ് നോൽക്കുന്നു. കേവലം വിശന്നിരിക്കുക എന്നതല്ല നോമ്പിൻ്റെ ലക്ഷ്യം, മറിച്ച് അത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നോമ്പുകാർ സാധാരണയായി വരുത്തുന്ന ചില അബദ്ധങ്ങൾ, തെറ്റുകൾ. സൂറത്തുൽ മുസമ്മിൽ 20-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, നന്മയായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെക്കുന്നുവോ അള്ളാഹുവിങ്കൽ അത് ഗുണകരവും പ്രതിഫലമുള്ളതുമായി നിങ്ങൾ കണ്ടെത്തുന്നതാണ്. നോമ്പ് ഒരു പരിചയാണ്. അതിനാൽ നിങ്ങൾ അശ്ലീലം സംസാരിക്കുകയോ ബഹളം വെക്കുകയോ ചെയ്യരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണത്. അറിവില്ലായ്മ മൂലം നോമ്പ് നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ ഒഴിവാക്കുക. രാത്രിയിൽ അമിതമായി ഉണർന്നിരിക്കുകയും പകൽ മുഴുവൻ ഉറങ്ങുകയും ചെയ്യുന്നത് ഒരു തെറ്റായ രീതിയാണ്. നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാതെ നോമ്പ് നോൽക്കുന്നതിൽ അർത്ഥമില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ സമയം പാഴാക്കുന്നത് നോമ്പിന്റെ പുണ്യം കുറക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. കേവലം ആചാരമായി നോമ്പിനെ കാണാതെ അതൊരു വലിയ ആരാധനയായി ഉൾക്കൊള്ളുക. മതപരമായ അറിവില്ലായ്മ കാരണം പല നോമ്പുകാരും അറിയാതെ തെറ്റുകളിൽ വീണു പോകാറുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മര്യാദകളെക്കുറിച്ചും പഠിക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. പരദൂഷണം പറയുന്നതും അനാവശ്യമായി പണം ചെലവഴിക്കുന്നതും നോമ്പിൻ്റെ പ്രതിഫലം ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിലും മറ്റും അമിതമായ ധൂർത്ത് കാണിക്കുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. സംശയമുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കി നമ്മുടെ ആരാധനകൾ കുറ്റമറ്റതാക്കാൻ നാം പരിശ്രമിക്കണം. റമദാനിലെ ഓരോ നിമിഷവും അമൂല്യമാണ്, അത് നാം പാഴാക്കരുത്. 14 ചരിത്ര സ്മരണകൾ. ബദർ യുദ്ധവും മക്ക വിജയവും നടന്നത് റമദാനിലാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന വിജയങ്ങളെ ഓർക്കുക. റമദാൻ എന്നത് കേവലം ഒരു മാസമല്ല, മറിച്ച് വിജയങ്ങളുടെയും ആത്മീയ മുന്നേറ്റങ്ങളുടെയും ചരിത്രമാണ്. ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നതും ഇസ്ലാമിന് വലിയ വിജയം ലഭിച്ചതും ഒരു റമദാൻ മാസത്തിലായിരുന്നു. നമ്മുടെ പൂർവികർ ഈ മാസത്തെ എത്രത്തോളം ആദരവോടെയും ഗൗരവത്തോടെയുമാണ് കണ്ടിരുന്നതെന്ന് നാം ചിന്തിക്കണം. പഴയകാലത്തെ നോമ്പനുഭവങ്ങൾ നമ്മെ നന്മയിലേക്കും കൂടുതൽ ആരാധനകളിലേക്കും നയിക്കുന്നതായിരിക്കണം. ഈ മാസം കൈവരുന്ന ആത്മീയ ചൈതന്യത്തെ ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. സൂറത്ത് ആലു ഇമ്രാൻ 123-ാമത്തെ ആയത്ത് നമുക്ക് കാണാം. നിങ്ങൾ അത്യന്തം നിസ്സാരരായിരുന്നപ്പോൾ ബദറിൽ വെച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. റമദാൻ വിജയത്തിന്റെ മാസമാണെന്നും മടിയുടെ മാസമല്ലെന്നും ഓർക്കുക. മുൻഗാമികളായ പണ്ഡിതന്മാരും സഹാബിമാരും ഈ മാസത്തെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നാം പഠിക്കുക. നമ്മുടെ മുൻകാല നോമ്പുകളിലെ പോരായ്മകൾ പരിഹരിക്കാൻ ഈ മാസം ഉപയോഗിക്കുക. ചരിത്രബോധം വിശ്വാസത്തിന് കരുത്ത് നൽകുമെന്ന് മനസ്സിലാക്കുക. 15 പശ്ചാത്താപത്തിന്റെ വഴി. തൗബ.
തെറ്റുകളിൽ നിന്ന് മടങ്ങി പാപമോചനം തേടാനുള്ള ഏറ്റവും വലിയ അവസരമാണിത്. റമദാൻ പശ്ചാത്താപത്തിനുള്ള ഏറ്റവും മികച്ച അവസരമാണ്. സൂറത്തു തഹരീം 8-ാമത്തെ സൂറത്തിൽ ആയത്തിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് തികച്ചും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക. റമദാൻ പാപമോചനത്തിന്റെ സുവർണാവസരമാണെന്ന് മനസ്സിലാക്കുക. റമദാൻ മാസം എന്നത് പാപങ്ങൾ കഴുകിക്കളയാനും അള്ളാഹുവിങ്കലേക്ക് മടങ്ങാനുമുള്ള സുവർണ അവസരമാണ്. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയാനും അള്ളാഹുവിനോട് മാപ്പിരക്കാനും ഈ വിശുദ്ധ ദിനങ്ങളെ നാം ഉപയോഗിക്കണം. ആത്മാർത്ഥമായ പശ്ചാത്താപം ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിന്തുടർന്ന് നന്മയുടെയും കാരുണ്യത്തിന്റെയും വക്താക്കളാകാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും, അതായത് കാരുണ്യവും പാപമോചനവും ലഭിക്കാനായി നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. 16-ാമത്തെ കാര്യം, ഈമാൻ വർദ്ധിപ്പിക്കുക, വിശ്വാസം വർദ്ധിപ്പിക്കുക. സത്കർമ്മങ്ങളിലൂടെ അറിവ് നേടുന്നതിലൂടെയും വിശ്വാസം പുതുക്കേണ്ടതുണ്ട്. സൂറത്തുൽ അൻഫാൽ 2-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. അവന്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ അത് അവർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. ആരാധനകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈമാൻ പുതുക്കാൻ ശ്രമിക്കുക. രഹസ്യമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, സ്വതക്ക പോലുള്ളവ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വിശ്വാസം ദൃഢമാക്കും. നോമ്പ് എന്നത് വിശ്വാസത്തിൻ്റെ പരീക്ഷണവും വിജയവുമാണ്. ഈ മാസത്തെ ആത്മീയ ഉണർവ് റമദാനിന് ശേഷവും നിലനിർത്താൻ പരിശ്രമിക്കുക. ഈ പുണ്യമാസത്തിൽ ഓരോ വിശ്വാസിയുടെയും ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ പാരായണവും രാത്രി നമസ്കാരങ്ങളും നമ്മുടെ മനസ്സിന് കൂടുതൽ തെളിച്ചം നൽകുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആവേശം റമദാനിൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതലായിരിക്കും. വിശ്വാസത്തിലുണ്ടാകുന്ന ഈ വർധനവ് നമ്മെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. റമദാൻ കഴിഞ്ഞാലും ഈ വിശ്വാസദാർഢ്യം നിലനിർത്താൻ നാം പ്രതിജ്ഞാബദ്ധരായിരിക്കേണ്ടതുണ്ട്. 17. അള്ളാഹുവിനോടുള്ള സ്നേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലൂടെയും സുന്നത്തുകൾ അനുഷ്ഠിക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു സൂറത്തുൽ അഹ്സാബ് 21-ാമത്തെ ആയത്തിൽ പറയുന്നത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നാണ്. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. റമദാനിലെ ആരാധനകളിലൂടെ അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം ആഴത്തിലുള്ളതായി മാറുന്നു. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നാം ചെയ്യുന്ന ഓരോ കാര്യവും അവനോടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു. വിശപ്പും ദാഹവും സഹിക്കുന്നത് അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അവൻ്റെ സൃഷ്ടി വൈഭവങ്ങളെ ഓർക്കുവാനും ഈ മാസം അവസരം നൽകുന്നു. നമ്മുടെ ഹൃദയം മുഴുവൻ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. ആരാധനകളിൽ മാധുര്യം കണ്ടെത്തുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലൂടെയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി ശുക്ർ ചെയ്തുകൊണ്ടാണ്. ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കേണ്ടതുണ്ട്. 18. മക്കളെ എങ്ങനെ പരിശീലിപ്പിക്കണം?
കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നോമ്പെടുക്കാൻ പരിശീലിപ്പിക്കുകയും പള്ളിയിൽ കൊണ്ടുപോകുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, മക്കൾക്ക് ഒരു പിതാവ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്ക് നൽകുന്ന ഉത്തമമായ സംസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീം 6-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു രക്ഷിക്കുക. നമ്മുടെ മക്കളെ ചെറുപ്പം മുതലേ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും മഹത്വം പഠിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രചോദനം നൽകുകയും അവരോട് ദയയോടും കാരുണ്യത്തോടും കൂടി പെരുമാറുകയും വേണം. അവരുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകാൻ മാതാപിതാക്കൾ മാതൃകയാകണം. മക്കൾക്കു വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കണമെന്നും അല്ലാഹു അവരെ സദ്വൃത്തരാക്കട്ടെ എന്നും നാം ആഗ്രഹിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് കാണിച്ച സ്നേഹവും ലാളിത്യവും നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. കുട്ടികൾക്ക് നോമ്പ് നോൽക്കാൻ സ്നേഹപൂർവം പ്രോത്സാഹനം നൽകണം. അവരെ ആരാധനകളിൽ ഒപ്പം കൂട്ടി മാതൃകയാകുക. നോമ്പിൻ്റെയും ഇസ്ലാമിൻ്റെയും കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ചെയ്യുന്ന ചെറിയ നന്മകളെപ്പോലും അഭിനന്ദിക്കുക. ഭക്തിയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള മികച്ച ഒരു സമയമാണ്, ഒരു പാഠശാലയാണ് റമദാൻ. ധൂർത്തൊഴിവാക്കൽ. ഭക്ഷണത്തിലും പാനീയത്തിലും സമയത്തിലും ധൂർത്ത് ഒഴിവാക്കുക. സൂറത്തുൽ ഇസ്രാ 27-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, തീർച്ചയായും ധൂർത്തന്മാർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. സൂറത്തുൽ അൻആം 141-ാമത്തെ ആയത്തിൽ കാണാം, കുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, എന്നാൽ നിങ്ങൾ ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. റമദാൻ എന്നത് ആരാധനയുടെ മാസമാണ്, അല്ലാതെ അനാവശ്യമായ ധൂർത്തിനുള്ള സമയമല്ല. ഭക്ഷണ കാര്യങ്ങളിലും മറ്റും മിതത്വം പാലിക്കണമെന്ന് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ധൂർത്ത് കാണിക്കുന്നവരെ പിശാചിന്റെ സഹോദരന്മാരാണെന്ന ഖുർആനിക വചനം ഒരു മുന്നറിയിപ്പാണെന്ന് നാം ഓർക്കണം. പണം പാഴാക്കുന്നതിനു പകരം അത് പാവപ്പെട്ടവരെ സഹായിക്കാനായി വിനിയോഗിക്കണം. അമിതമായ ഉപഭോഗ സംസ്കാരം നമ്മുടെ നോമ്പിന്റെ ആത്മീയതയെ നശിപ്പിക്കാതെ നാം കാത്തുസൂക്ഷിക്കണം. 20 കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക. ബന്ധങ്ങൾ ചേർക്കാനുള്ള മാസമാണ് റമദാൻ. പിണക്കങ്ങൾ അവസാനിപ്പിച്ച് ബന്ധുക്കളെ സന്ദർശിക്കുക. സൂറത്തുൽ മുഹമ്മദ് 22-ാമത്തെ ആയത്തിൽ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുന്നവർക്കുള്ള ഒരു താക്കീതായി നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. റമദാൻ മാസം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പുതുക്കാനും സുഹൃത്തുക്കളുമായി സ്നേഹം പങ്കുവെക്കാനുള്ള സമയമാണ്. ബന്ധുക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനും അവരെ സന്ദർശിക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് അല്ലാഹുവും കരുണ കാണിക്കുമെന്ന് നാം ഓർക്കുക. വിദ്വേഷവും പിണക്കവും മറന്ന് എല്ലാവരോടും വിട്ടുവീഴ്ച മനോഭാവം പുലർത്താൻ ഈ മാസം നമ്മെ പഠിപ്പിക്കുന്നു. സാമൂഹികമായ ഐക്യവും സ്നേഹവും വളർത്തുന്ന ഒരു ഉത്തമ വിദ്യാലയമാണ് റമദാൻ. കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര വിട്ടുവീഴ്ച മനോഭാവം വളർത്തുക. 21 പരസ്പര കാരുണ്യം.
മുസ്ലിങ്ങളോടുള്ള കാരുണ്യം. നോമ്പിലൂടെ ലഭിക്കുന്ന ആത്മനിയന്ത്രണം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം. റമദാൻ മാസം വിശ്വാസികൾ പരസ്പരം കാരുണ്യവും ദയയും കാണിക്കേണ്ട മാസമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിലേക്ക് ചൊരിയപ്പെടാൻ നാം മറ്റുള്ളവരോട് കരുണയുള്ളവരാകാനും, ദരിദ്രരും കഷ്ടപ്പെടുന്നവരുമായ നമ്മുടെ സഹോദരങ്ങളെ ചേർത്തു പിടിക്കാനും അവരുടെ കണ്ണുനീർ ഒപ്പാനും ഈ പുണ്യമാസത്തിൽ നാം മുൻകൈയെടുക്കുക. ഹൃദയത്തിൽ അലിവും മനസ്സിൽ വിനയവും ഉണ്ടാക്കിയെടുക്കാൻ നോമ്പ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അർഹമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വിനയത്തോടെ മറ്റുള്ളവരോട് പെരുമാറുക. 22. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, പുനരുജ്ജീവിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കുക, അദ്ദേഹം വിലക്കിയതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുക. സൂറത്തുൽ ഹശ്ർ 7-ാമത്തെ ആയത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ പകർത്താനുള്ള മികച്ച അവസരമാണ് റമദാൻ. മറന്നുപോയതോ ഉപേക്ഷിച്ചതോ ആയ സുന്നത്തുകൾ വീണ്ടും ശീലമാക്കാൻ നാം ശ്രദ്ധിക്കണം. അത്താഴം കഴിക്കുന്നതിലും നോമ്പ് തുറക്കുന്നതിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ലളിതമായ രീതികൾ പിന്തുടരുക. ഈ സുന്നത്തുകൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ആരാധനകൾക്ക് കൂടുതൽ മിഴിവ് ലഭിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി കൂടുകയും ചെയ്യുന്നു. പ്രവാചക ചര്യയോടും സ്നേഹം നമ്മുടെ ഓരോ നോമ്പിലും പ്രതിഫലിക്കേണ്ടതുണ്ട്. മുസ്ലിം സ്ത്രീകൾക്കുള്ള നിർദ്ദേശങ്ങൾ. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അവർ നിങ്ങളുടെ പക്കൽ അള്ളാഹുവിൻ്റെ അമാനത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. വീട് ഒരു ആരാധനാലയമാണ്. നിങ്ങളുടെ ക്ഷമയും സേവനവും അള്ളാഹുവിനുള്ള ഇബാദത്താണ്. മുസ്ലിം സ്ത്രീകൾ റമദാനിൽ കേവലം അടുക്കള ജോലികളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ആരാധനകൾക്കായി സമയം കണ്ടെത്തണം. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഖുർആൻ പാരായണത്തിനും പ്രാർത്ഥനകൾക്കും മുൻഗണന നൽകണം. മക്കളെ ഇസ്ലാമിക പാതയിൽ വളർത്തുന്നതിലും വീടിൻ്റെ ആത്മീയ അന്തരീക്ഷം നിലനിർത്തുന്നതിലും സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. അനാവശ്യ വിനോദങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും അകന്നു നിന്ന് തഖ്വയുള്ളവരാകാൻ അവർ പരിശ്രമിക്കണം. പരലോക വിജയത്തിനായി സ്ത്രീ സമൂഹം ഈ മാസത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണം. അനാവശ്യമായ വിപണി സന്ദർശനങ്ങൾ ഒഴിവാക്കി വീട്ടിലിരുന്ന് കൂടുതൽ ദുആ ദിക്റുകൾക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. മക്കളെ വളർത്തുന്നതിൽ സ്ത്രീകൾ കാണിക്കുന്ന ക്ഷമയ്ക്ക് വലിയ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് കിട്ടാനിരിക്കുന്നു. പണ്ഡിതന്മാരുടെ ദൗത്യം. സമൂഹത്തിൽ ഐക്യവും സ്നേഹവും വളർത്താൻ പണ്ഡിതന്മാർ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. സൂറത്തുൻ നഹ്ൽ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. സമുദായത്തിൻ്റെ ആത്മീയ ഉന്നമനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ എപ്പോഴും ഉത്കണ്ഠാകുലരാണ്. ജനങ്ങൾ റമദാനിലെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളാതെ വെറും ആചാരമായി മാത്രം ഇതിനെ കാണുന്നതിനെ അവർ ഓർമ്മിപ്പിക്കുന്നു. ശരിയായ അറിവോടെ ആരാധനകൾ നിർവഹിക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അവർ ഉപദേശിക്കുന്നു. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിക്കാൻ അവർ നമ്മെ പ്രേരിപ്പിക്കുന്നു. പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കാനും അത് ജീവിതത്തിൽ
പകർത്താനും നാം തയ്യാറാകണം. 25. സമയത്തിന്റെ വില. സമയം, നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിലാണ് ജനങ്ങൾ അധിക പേരും വഞ്ചിതരാകുന്നത്: ആരോഗ്യവും ഒഴിവ് സമയവും. സമയമെന്നത് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ്. അത് പാഴാക്കാതെ ഉപയോഗിക്കണം. റമദാനിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നും അത് അനാവശ്യ കാര്യങ്ങൾക്കായി കളയരുതെന്നും നാം മനസ്സിലാക്കണം. ഉറക്കത്തിലും വീണടിച്ചുള്ള സംസാരങ്ങളിലും സമയം കളയുന്നത് നോമ്പിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളയും. നാളെ പരലോകത്ത് നമ്മുടെ ഓരോ നിമിഷത്തെക്കുറിച്ചും നാം മറുപടി പറയേണ്ടി വരും. പ്രാർത്ഥനകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും സമയത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. അവസാന 10 ഓരോ രാത്രിയും 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്ക് സാധിക്കണം. ഒരു നിമിഷം പോലും പാഴാക്കാതെ അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. 26. സാഹോദര്യം. സൂറത്തുൽ ഹുജറാത്ത് 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ മാത്രമാണ്. വിശ്വാസികൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്തുന്ന കാലമാണ് റമദാൻ. ഒരേ സമയം നോമ്പ് നോൽക്കുകയും ഒരേ സമയം നോമ്പ് തുറക്കുകയും ഒന്നിച്ചു നിന്ന് പ്രാർത്ഥനകളിലൂടെ സാഹോദര്യത്തിന്റെ വലിയ മാതൃകകൾ നാം തീർക്കുന്നു. പരസ്പരമുള്ള വിദ്വേഷങ്ങൾ മാറ്റി നിർത്താനും ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാനും ഈ മാസം നമ്മെ പഠിപ്പിക്കുന്നു. പാവപ്പെട്ടവനും സമ്പന്നനും ഒരേ നിരയിൽ നിന്നുകൊണ്ട് നോമ്പുതുറകൾ സ്നേഹത്തിന്റെ അടയാളമാണ്. ഈ സാഹോദര്യം റമദാന് ശേഷവും നിലനിർത്താൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. 27. ദഅവാ പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങൾ. നന്മയിലേക്ക് ക്ഷണിക്കാനും തിന്മയെ തടുക്കാനുമുള്ള ബാധ്യത നാം മറക്കാതിരിക്കുക. ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ മാസം ഉപയോഗിക്കുക. യുക്തിപൂർവം സതുപദേശത്തോടുകൂടി നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. നമ്മുടെ ഉത്തമ സ്വഭാവമാണ് ഏറ്റവും വലിയ പ്രബോധനം. നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. സ്നേഹത്തോടും യുക്തിയോടും കൂടി സത്യസന്ദേശം കൈമാറുക. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരാളെയെങ്കിലും നയിക്കാൻ ശ്രമിക്കുക. ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ റമദാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നമ്മുടെ സ്വഭാവത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഇസ്ലാമിന്റെ നന്മകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. റമദാനിലെ ആത്മീയത മറ്റുള്ളവരിൽ കൗതുകമുണർത്തുകയും അവരെ സത്യത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അറിവുള്ളവർ മറ്റുള്ളവരെ പഠിപ്പിക്കാനും നന്മ ഉപദേശിക്കാനും ഈ മാസം കൂടുതൽ സമയം വിനിയോഗിക്കണം. പ്രബോധന രംഗത്ത് സജീവമായി നിൽക്കാൻ ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കണം. പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനകളിൽ മുഴുകുക. നോമ്പുകാരന്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. നോമ്പ് തുറക്കുന്ന സമയത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അല്ലാഹു പറയുന്നു, വഖാല റബ്ബുകും ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. സൂറത്തുൽ ഗാഫിർ 60-ാമത്തെ ആയത്ത്. നോമ്പുകാരന്റെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം
നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. വിശപ്പും ദാഹവും സഹിച്ചു നിൽക്കുന്ന വിശ്വാസിയുടെ വിളി കേൾക്കാൻ അള്ളാഹു കാത്തിരിക്കുന്നു. ആത്മാർത്ഥതയോടും ഉറച്ച വിശ്വാസത്തോടും വേണം നാം അള്ളാഹുവിനോട് ചോദിക്കാൻ. ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും ഈ സമയം ഉപയോഗപ്പെടുത്തുക. കണ്ണുനീരോടെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല. അതൊരിക്കലും പാഴായി പോകുന്നതുമല്ല. ഉറച്ച വിശ്വാസത്തോടെയും എളിമയോടെയും പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്കും മക്കൾക്കും ഉമ്മത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ നാം മറന്നുപോകരുത്. നോമ്പുകാർക്കുള്ള സമ്മാനങ്ങൾ. സ്വർഗത്തിലെ റയ്യാൻ എന്ന വാതിലിലൂടെ പ്രവേശിക്കാനുള്ള അനുവാദം നോമ്പുകാർക്ക് മാത്രമാണ്. നോമ്പുകാരന് അനാവശ്യ വാക്കുകളിൽ നിന്നുള്ള ശുദ്ധീകരണം, പാവപ്പെട്ടവർക്ക് ആഹാരവുമാണ് ഫിത്ർ സക്കാത്ത്. റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കായി വലിയ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുണ്ട്. ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടുകയും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുക എന്നത് വലിയ സമ്മാനമാണ്. അള്ളാഹുവിൻ്റെ പ്രീതിയും സ്നേഹവുമാണ് ഒരു നോമ്പുകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉന്നതി. ഈ സമ്മാനങ്ങൾ ലഭിക്കാനായി റമദാനിൻ്റെ അവസാന നിമിഷം വരെ നാം ജാഗ്രതയോടെ ആരാധനകളിൽ മുഴുകണം. ഖബറിലും പരലോകത്തും നോമ്പ് ഒരു ശുപാർശകനായി വരും. നോമ്പുകാരൻ്റെ വായയുടെ ഗന്ധം അള്ളാഹുവിന് കസ്തൂരിയേക്കാൾ പ്രിയപ്പെട്ടതാണ് എന്ന ഹദീസും ഓർമ്മിക്കാവുന്നതാണ്. ഈദ് ആഘോഷം. ഈദ് അച്ചടക്കമില്ലായ്മയുടെ ദിവസമല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനത്തിൻ്റെയും ഫിത്ർ സക്കാത്തിലൂടെ പാവങ്ങളെ സഹായിക്കുന്നതിൻ്റെയും ദിവസമാണ്. റമദാനിലെ ആരാധനകൾ പൂർത്തിയാക്കിയതിൻ്റെ നന്ദി പ്രകടനമാണ് പെരുന്നാൾ. നോമ്പിലൂടെ നാം നേടിയെടുത്ത ആത്മീയ കരുത്തിനെ ആഘോഷമാക്കി മാറ്റുന്ന ദിവസമാണ്. എന്നാൽ പെരുന്നാൾ ദിനത്തിലും നാം അള്ളാഹുവെ മറക്കരുത്. അവനോടുള്ള നന്ദി പ്രകടിപ്പിക്കണം. പാവപ്പെട്ടവർക്ക് ഫിത്ർ സക്കാത്ത് നൽകി അവരുടെ വീട്ടിലും സന്തോഷമെത്തിക്കാൻ നാം ശ്രദ്ധിക്കണം. റമദാനിൽ നേടിയെടുത്ത മാറ്റങ്ങൾ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകുമെന്ന ദൃഢനിശ്ചയത്തോടെ വേണം നാം പെരുന്നാളിനെ വരവേറ്റാൻ. പെരുന്നാൾ ദിവസവും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നാം ലംഘിക്കരുത്. ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹം കൈമാറുവാനുള്ള ദിവസമാണ്. റമദാനിൽ നേടിയെടുത്ത മാറ്റങ്ങൾ ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ പ്രതിജ്ഞ ചെയ്യുക. ആഘോഷങ്ങൾ ഇസ്ലാമിക പരിധിയിൽ നിന്നുകൊണ്ടാകട്ടെ. നോമ്പുകാരെ, നിങ്ങൾക്കായി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള മഹത്തായ പ്രതിഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. യഥാർത്ഥ പെരുന്നാൾ എന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും പാപമോചനവും ലഭിക്കുന്ന ദിവസമാണെന്ന് നാം തിരിച്ചറിയണം. ഈ ദുനിയാവിലെ സന്തോഷങ്ങൾ താൽക്കാലികമാണെന്നും പരലോകത്തെ ശാശ്വതമായ വിജയത്തിനായിരിക്കണം നമ്മുടെ പരിശ്രമമെന്നും ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന ഖുർആൻ സൂക്തം ഓർത്തുകൊണ്ട് നന്മയുടെ പാതയിൽ ഉറച്ചു നിൽക്കുക. നാം അനുഷ്ഠിക്കുന്ന ഓരോ നോമ്പും രാത്രി നമസ്കാരങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.